തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂരിലെ സനൂപിന്റെ വീട് സന്ദർശിച്ച് സഹായം ഉറപ്പു നൽകി അനിൽ അക്കര. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമായിരുന്നു സന്ദർശനം. മുട്ടുവേദനയ്ക്ക് ചികിത്സ തേടിയ ആൾക്കാണ് കാഴ്ച നഷ്ടമായതായി പറയുന്നത്. സനൂപിനും കുടുംബത്തിനും നിയമപരവും സാമൂഹികവുമായ മുഴുവൻ സഹായവും നൽകുമെന്ന് അനിൽ അക്കര പറഞ്ഞു. ഇതിന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകും. സനൂപ് അടിയന്തരമായി ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് സഹായകരമായി സ്മാർട്ട് ഗ്ലാസ് നൽകാനാണ് പ്രാഥമിക ചർച്ചകളിൽ വിദഗ്ധർ ശുപാർശ ചെയ്തത്. അതിനായി മികച്ച ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അനിൽ അക്കര പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് കൃഷ്ണമണികൾ നീക്കേണ്ടി വന്നെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി സനൂപും കുടുംബവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ സനൂപിന്റെ ഇരു കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലിയെടുക്കുന്നതിന് തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുലയിട്ട സ്ഥലത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും ഗൗനിച്ചിരുന്നില്ല. തുടർന്ന് സനൂപിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് യുവാവിനെ ICUവിലേക്ക് മാറ്റിയത്. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. കൃഷ്ണമണികൾ നീക്കം ചെയ്യാനായുള്ള ശസ്ത്രക്രിയയാണെന്ന് കുടുംബത്തോട് നേരിട്ട് പറഞ്ഞിരുന്നില്ല. മീഡിയ ടൈം, തൃശൂർ.